Good morning. Okay, good morning, Sharanya. Okay, Isha, good morning. എങ്ങനെയുണ്ട് മഴ എങ്ങനെയുണ്ട് എല്ലായിടത്തും? മഴയാണല്ലേ? ഓക്കെ, എല്ലാവരും വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല മഴയാണ്. ഓക്കെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? സേഫ് ആണ് ഇതുവരെ? ഓക്കെ, സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ. എപ്പോഴും മഴക്കാലം വരുമ്പോ നമുക്ക് എപ്പോഴും ഒരു പേടിയാണല്ലോ, അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? എപ്പോഴും സേഫ് ആയിട്ടിരിക്കും. ഈ സമയത്തൊന്നും പുഴയിലോ കടലിലോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോവാതിരിക്കാം. ഓക്കെ മനീഷ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെ? ടീച്ചർ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. തുടങ്ങല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഡയറക്ടറി സർവീസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും ഹെൽത്തി ഡയറ്റ് എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ അല്ലെ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളൊരു 6-7 പോയിന്റുകളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ആരാണ് ഡയറ്റീഷ്യൻ? ഓക്കെ, ഞാൻ ഗുഡ് മോർണിംഗ്. ആരാണ് ഡയറ്റീഷ്യൻ? നമുക്കറിയാം, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഡയറ്ററി സർവീസിൽ അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് നിർവഹിക്കുന്ന ഒരാളാണ് അല്ലെ, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം എന്താണ്, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അതായത് ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഹെൽത്ത്, ഒരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡയറ്ററി സർവീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകളാണ് അല്ലെ. നമുക്ക് എന്ത് പറയാം, തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയാം അല്ലെ. അതായത് ഓരോ രോഗാവസ്ഥയിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. കാർഡിയക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ് അല്ലെ, നമുക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ടൈപ്പ് ഡയറ്റുകളെ പറ്റിയിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ കണ്ടത് സ്റ്റാഫിംഗ് ആണ് അല്ലെ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിംഗ്, അതിന്റെ ഒരു ഹൈറാർക്കി ഓർഡർ ഒക്കെ നമ്മൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയായിരിക്കും? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡയറ്റീഷ്യന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ് അല്ലെ. അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതായത് ഒരു ഡയറ്റീഷ്യന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? അപ്പൊ 4 പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെയായിരുന്നു ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, പിന്നെ ഡയറ്റ് കൗൺസിലിംഗ്, പിന്നെ എന്താ പറഞ്ഞത്, കമേഴ്സ്യൽ കാറ്ററിംഗ്, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് അല്ലെ. ഓക്കെ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്തായിരുന്നു? ആ പേരിൽ തന്നെ നമുക്ക് കിട്ടൂല. അതായത് അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റിന്റെ ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് അല്ലെ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നതാണ് അല്ലെ, കാറ്ററിംഗ് സർവീസ്. അത് പ്രത്യേകിച്ച് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന്റെ ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാറ്ററിംഗിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഫുഡ് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, അവരുടെ പോഷകാഹാര ആവശ്യകതകളെ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർക്കായിട്ട് മീൽസുകൾ തയ്യാറാക്കിയത്. അതിനകത്ത് ആർക്ക് റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യൻ ഒരു ഇമ്പോർട്ടന്റ് റോള് വരുന്നുണ്ട്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഡയറ്റ് കൗൺസിലിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ വഴിയായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡയറ്റ് കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഡയറ്റീഷ്യൻ എപ്പോഴും ഒരു ഡയറ്ററി പ്ലാൻ തയ്യാറാക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അതായത് അവരുടെ ബോഡി വെയിറ്റ്, നിലവിലുള്ളവരുടെ രോഗാവസ്ഥ അല്ലെ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അവരുടെ നോർമലി ഉള്ള ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് അവരുടെ എക്കണോമിക് കണ്ടീഷനും കൂടെ നമ്മൾ പരിഗണിക്കും. എന്ന് വെച്ചാൽ നമ്മളെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റംസുകൾ അവർക്ക് അവൈലബിൾ ആണോ, അവർക്ക് ആക്സെപ്റ്റബിൾ ആണോ, അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി കൂടെ അവർക്കുണ്ടോ, അതിനെ കൂടെ ചെയ്തിട്ടാണ്
ഒരു ഡയറ്റീഷ്യൻ അവർക്കായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ കമേഴ്സ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കാറ്ററിംഗ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് ക്യാൻറ്റീൻ അല്ലെ, നമ്മൾ പറഞ്ഞത് സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള കാറ്ററിംഗ് സർവീസിനെയാണ് നമ്മൾ കമേഴ്സ്യൽ കാറ്ററിംഗ്. അപ്പൊ അത് മറ്റുള്ളതിനേക്കാൾ കുറെ കൂടി ലിറ്ററലാണ് അല്ലെ, കുറെ കൂടി അധികം എന്താ പറയാ ഭക്ഷണ സേവനങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടുത്തെ ഫുഡ് ക്വാളിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേഷന് സാധിക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ പുറത്തുള്ള ഹോട്ടലുകളെക്കാളൊക്കെ പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്നതിനേക്കാളും കുറെ കൂടി കുറച്ച് ചെലവിലായിരിക്കും അവർ ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. അതൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആണ് പറഞ്ഞത്. അവിടെയുള്ള സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് നഴ്സസ് ആയിക്കോട്ടെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, അവർക്ക് കൃത്യമായിട്ട് എന്താണ് വിവിധ ഫുഡുകളെ പറ്റിയിട്ട്, ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റിയിട്ടുള്ള പരിശീലനങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ ആർക്ക് റോള് വരുന്നുണ്ട്? ഡയറ്റീഷ്യന് റോള് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്ററി കൗൺസിലിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? അത്രയും ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അത്രയും ഭാഗം ക്ലിയർ ആണോ? വായിച്ചു നോക്കിയാണ് എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. വായിച്ചു നോക്കിയാണോ? ഓക്കെ, അപ്പൊ ശരി, നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ, അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. ഇതാണ് ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അതായത് നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്തരം എക്യുപ്മെന്റുകളുടെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക. ഒന്നുകൂടെ പറയാം, അതായത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ധാരാളം എക്യുപ്മെന്റ്സുകളുണ്ട്. അത്തരം എക്യുപ്മെന്റ്സുകളുടെ മെയിന്റനൻസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം, അതായത് നമുക്കറിയാം എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. ഇപ്പൊ കിച്ചൺ അപ്ലയൻസസ് ഉണ്ട് അല്ലെ. കിച്ചൺ അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഓവൻസ് ഉണ്ടായിരിക്കും, ഫ്രിഡ്ജ് അല്ലെ, റെഫ്രിജറേറ്ററുകൾ, ഇതൊക്കെ ഉണ്ടായിരിക്കും. അത് കൂടാതെ എന്താണ്, കുക്കിംഗ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഈ പറയുന്ന ഫ്രയറുകള്, അതുപോലെ തന്നെ എന്താ പറയാ ഗ്രില്ലുകള് അല്ലെ, അങ്ങനെയൊക്കെയുള്ള സ്റ്റൗവുകള്, അത്തരത്തിലുള്ള കിച്ചൺ എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ഫുഡ് പ്രോസസിങ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതായത് മിക്സറുകള്, സ്പൈസറുകള്, അങ്ങനെയുള്ള ഫുഡ് പ്രോസസിങ് എക്യുപ്മെന്റ്സ്. അത് കൂടാതെ ഡിഷ് വാഷിംഗ് എക്യുപ്മെന്റ്സ്, സാനിറ്റേഷൻ എക്യുപ്മെന്റ്സ്, അങ്ങനെയെല്ലാം എവിടെ ഉണ്ടായിരിക്കും? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം എക്യുപ്മെന്റ്സുകൾ നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? മെയിന്റനൻസ് പ്രോഗ്രാമുകൾ ചെയ്തിരിക്കണം. എന്തിനാണ് അതൊക്കെ റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയാനുള്ള കാരണം എന്താണ്? എക്യുപ്മെന്റ്സുകൾ എല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എഫിഷ്യന്റ് ആയിട്ട് ഇരിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക, ക്രമീകരിക്കുക. അതെന്തിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റ്? അതായത് നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, കിച്ചൺ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഫുഡ് പ്രോസസിങ് എക്യുപ്മെന്റ്സ്, സാനിറ്റേഷൻ എക്യുപ്മെന്റ്സ്, ഡിഷ് വാഷിംഗ് എക്യുപ്മെന്റ്സുകൾ, ഇതെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കണം അല്ലെ. എന്ന് വെച്ചാൽ അത് നമുക്കറിയാം, അത്തരം എക്യുപ്മെന്റ്സുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താറുമാറാവും അല്ലെ. അതുകൊണ്ട് റെഗുലർ ആയിട്ട് തന്നെ അത്തരം ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെയിന്റനൻസുകൾ
കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ആദ്യ ഫംഗ്ഷനിൽ വരുന്നതാണ്, ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് അവിടെ പറഞ്ഞത്. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം ഫോർ ദ equipments. That means equipments used in the dietary department. Okay. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കൺസിസ്റ്റന്റ് കോസ്റ്റ്. ഇതാണ് സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കോസ്റ്റിൽ, അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ തന്നെ, സ്ഥിരമായ വിലയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിലയിൽ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക. അതിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്, ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഫുഡ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എല്ലാ ആളുകൾക്കും ഒരുപോലെ അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് കോസ്റ്റ്, ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു വില അല്ലെ, ഒരു കോസ്റ്റ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഫുഡ്, ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ആളുകൾക്കായിട്ട് വിതരണം ചെയ്യുക. ഓക്കെ ഓക്കെ, പിന്നെ ഗുഡ് മോർണിംഗ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റിലാണ്, ബൈ ടു സ്പെസിഫിക്കേഷൻസ്, റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ഇത്രയേ ഉള്ളൂ. സ്റ്റോറിന്ന് രണ്ടായിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ? പേജ് നമ്പർ ഒന്ന് പറയാമോ? ഞാൻ PDF ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പേജ് നമ്പർ എനിക്ക് അറിയില്ല. ഗ്രൂപ്പിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ 43 ആണ് കേട്ടോ. അപ്പൊ നോക്കാം. ബൈ ടു സ്പെസിഫിക്കേഷൻസ്, റിസീവ് ദ സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ഇതാണ് ബൈ ടു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്, സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് സാധനങ്ങൾ ബൈ ചെയ്യുക അല്ലെ, പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള രോഗികൾ ഉണ്ടായിരിക്കും, പല പല രോഗാവസ്ഥയിലുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ ഓരോ രോഗികൾക്കും നമ്മൾ തുടക്കം പറഞ്ഞല്ലോ, ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പറഞ്ഞു പേഴ്സണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ രോഗികളുടെ രോഗാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതിനനുസരിച്ച് ആ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് സാധനങ്ങൾ വാങ്ങണം. ഒരു കാർഡിയാക് പേഷ്യന്റിന് കഴിക്കേണ്ട ഒരു ഡയറ്റ് ആയിരിക്കില്ല ഒരു കിഡ്നി പേഷ്യന്റിനുള്ള ഡയറ്റ്, എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അത് ഓരോരുത്തരുടെയും സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മള് സാധനങ്ങൾ ബൈ ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ റിസീവ്ഡ് സപ്ലൈസുകൾ, സാധന സാമഗ്രികൾ റിസീവ് ചെയ്യുക. റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മയും അളവും ഒക്കെ കൃത്യമായിട്ട് ഇത് ചെയ്തിരിക്കണം, പരിശോധിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. വെറുതെ സാധനങ്ങൾ വാങ്ങി എന്താണ് മീൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല, ഓരോ രോഗികളുടെയും സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, സപ്ലൈസ് റിസീവ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് ആദ്യ ഫംഗ്ഷൻസിൽ വരുന്നതാണ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വരുന്നതാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. പിന്നെ നമുക്കറിയാലോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പോർഷൻ ചെയ്യുന്നു അല്ലെ, അത് ഭാഗിച്ച് ഓരോ ഈ പറയുന്ന അവിടുത്തെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അതിനെ ഭാഗിക്കുന്നു, പോർഷൻ ചെയ്യുന്നു, അസംബിൾ, അതെല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫുഡ് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും അല്ലെ. ഓക്കെ, ഇപ്പൊ വാർഡുകളിലും അതുപോലെ മറ്റുള്ള റൂമുകളിലും ഒക്കെ ആയിട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് ഇതാണ്, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അറിയാലോ, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അതായത് രോഗികളുടെ പോഷകാഹാര ആവശ്യകതകൾ അനുസരിച്ചുകൊണ്ട് റെസിപ്പികൾ തയ്യാറാക്കുക അല്ലെ. അവർക്ക് വേണ്ട ഡയറ്റ് അല്ലെ, മീൽസുകള്, ഭക്ഷണങ്ങള് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഓക്കെ, തയ്യാറാക്കിയെടുക്കുക. പിന്നെന്താണ്? ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വാരിയസ് ഡിസീസസ്. പറയുന്നത് അതായത് ഓരോ രോഗാവസ്ഥയിലും ഡയറ്റിനുള്ള പ്രാധാന്യം അല്ലെ, ഓരോ രോഗത്തിന്റെയും ചികിത്സയില് ഡയറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയിട്ട് എന്ത് കൊടുക്കുക? അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. നമുക്കറിയാലേ, ഡയറ്റ് എന്ന് പറയുന്നത്
നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ, നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് ഡയറ്റിനുണ്ട് അല്ലെ. അതുകൊണ്ട് നമ്മുടെ രോഗത്തിന്റെ ചികിത്സയിൽ ഡയറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയിട്ട് ആളുകൾക്ക് എന്ത് കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. ടു ഫോളോ the everyday diet pattern of patients to meet their needs throughout the various diseased conditions. To follow the everyday diet pattern of patients to meet their needs throughout the various diseased conditions. അതായത് രോഗിയുടെ രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന തരത്തില് അത് ഇത്രയും ഒരു ഡയറ്റ് പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലെ. അവരുടെ രോഗാവസ്ഥയിലുടനീളം എന്ത് വേണം? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില്, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന തരത്തില് ഒരു എന്താ പറയാ എവരിഡേ ഡയറ്റ് പാറ്റേൺ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതായത് നമ്മൾക്കിപ്പോ ഒരു എന്താ പറയാ രോഗം ഉണ്ടാകുന്ന സമയത്ത് 1-2 ദിവസം മാത്രം ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. നമ്മുടെ രോഗാവസ്ഥയിലുടനീളം നമ്മൾ ആ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില് എവരിഡേ എല്ലാ ദിവസവും അവരൊരു കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെ, ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, അടുത്തതാണ് എവരിഡേ ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ ദ മീൽസ് ആൻഡ് സ്നാക്സ് ഫോർ ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. അറിയാലോ നമുക്ക്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് എന്ത് കൊടുക്കുക? മീൽസുകൾ തയ്യാറാക്കുക, അവർക്ക് വേണ്ട ഭക്ഷണങ്ങള്, മീൽസ് ആൻഡ് സ്നാക്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അതാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ ദ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻസ് റിട്ടേൺ ഓർഡർ. അതായത് എന്താ പറയുന്നത്? ദീസ് മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻസ് റിട്ടേൺ ഓർഡർ. പക്ഷെ നമ്മൾ ഈ തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്ന മീൽസുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കണം അവർക്ക് നമ്മൾ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കേണ്ടത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യൂലേ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ അവരോട് പറയും ഇന്നിന്റെ ഭക്ഷണം, ഇന്നിന്റെ സംഭവങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇന്നിന്റെ ഐറ്റംസുകൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഫിസിഷ്യന്റെ കൃത്യമായിട്ടുള്ള റിട്ടേൺ ഓർഡറുകള് പാലിച്ചുകൊണ്ടുള്ള ഒരു മീൽസ് ആയിരിക്കണം അവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ടത് അല്ലെ. ഒരു കാർഡിയാക് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഡോക്ടേഴ്സ് പറയും അല്ലെ, കുറച്ച് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന അല്ലെങ്കിൽ എണ്ണമയമുള്ള ഭക്ഷണമൊക്കെ അവരോട് ഒഴിവാക്കാനായിട്ട് പറയും. അതുപോലെ ഇപ്പൊ അങ്ങനെയൊക്കെ ഇവർക്ക് പ്രമേഹമുള്ള പേഷ്യൻസ് ആണ്, അപ്പൊ ഷുഗർ ലെവലൊക്കെ കൂടുതലാണെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യും അല്ലെ. അതായത് ഇതിനെ പോലെ ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഡയറ്റിൽ ചെറിയ ചെറിയ ആൾട്രേഷൻ വരുന്നതെന്നൊക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ഡോക്ടർ കൊടുക്കുന്ന റിട്ടേൺ ഓർഡർ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവര് തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ അവരുടെ ഭക്ഷണമാണ്. പിന്നെ എന്താണ്? അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് ദ അത് തന്നെ അങ്ങനെ ഓയിൽ കണ്ടന്റ് ഒക്കെ ഉള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറയും. ഓക്കെ, അടുത്തത് അറേഞ്ച് ആൻഡ് ക്യാരി. കാര്യം ഡോക്ടേഴ്സ് അങ്ങനെ സജസ്റ്റ് ചെയ്യും, പക്ഷെ നമുക്ക് ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി തരുന്ന ആരായിരിക്കും? ഡയറ്റീഷ്യനായിരിക്കും. ഡോക്ടേഴ്സ് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പ്രത്യേകം പറയും. അതുപോലെ BP ഉള്ള ആളുകളാണെങ്കിൽ ഡോക്ടേഴ്സ് എന്തായാലും പറയും ഉപ്പ് അല്ലെങ്കിൽ എരിവ് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ലപോലെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് മീൽസ് തയ്യാറാക്കേണ്ടത് ആരാണ്? അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അടുത്തത് അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അത് വായിക്കാം. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അതായത് പേഷ്യൻസിന്റെ തെറാപ്പി മീൻസ് ഡയറ്ററി സംബന്ധമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഡയറ്റുകളൊക്കെ കൃത്യമായിട്ട് അവർക്കായിട്ട് അറേഞ്ച് ചെയ്യുക. അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. എന്തിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ ആണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്?
ഡയറ്റിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ അല്ലെ, മറ്റുള്ള കാര്യങ്ങളല്ല. ഡയറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് അവരുടെ ഡയറ്റിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം, അവരുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഡയറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാം, അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെ ഡയറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് എന്താണ്? ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ എന്നാണ് പറയുന്നത്. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. ഇന്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേൺഷിപ്പ് നമുക്ക് കേട്ടിട്ടില്ലേ? ഇന്റേൺസ് എന്താണ്? ട്രെയിനികൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫിംഗ് ഒക്കെ പഠിച്ചത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, ഇന്റേൺസ് ഉണ്ടായിരിക്കും അല്ലെ, ട്രെയിനികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഡയറ്ററ്റിക്സ് അല്ലെ, ഭക്ഷണക്രമത്തിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിന് എന്തൊക്കെ ഫുഡ് ഐറ്റംസുകൾ ഉൾപ്പെടുത്തണം, ഓരോ ഫുഡ് ഐറ്റംസിന്റെ ന്യൂട്രീഷണൽ ഇഫക്ട് എത്രത്തോളം ഉണ്ട്, അങ്ങനെ അതിനെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഓക്കെ, അതൊക്കെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. അതായത് ട്രെയിനികൾക്ക്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് ട്രെയിനികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമത്തിനെ പറ്റിയുള്ള പരിശീലനങ്ങൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താണ്? ഗീവ് ഡയറക്ഷൻ ടു നഴ്സസ്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസ് about the principles of nutrition and diet therapy. എന്നോട് പറയാം, give the direction to the nurses, medical and dental students about the principles of nutrition and diet therapy. അതായത് ഈ ന്യൂട്രീഷനെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ തെറാപ്യൂട്ടിക് ഡയറ്റ് നമ്മൾ കണ്ടു, പല ടൈപ്പ് ഡയറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാർഡിയാക് ഡയറ്റ്, റിനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, ഹൈ പ്രോട്ടീൻ, എന്താണ് ഓരോ ടൈപ്പ് ഓഫ് തെറാപ്യൂട്ടിക് ഡയറ്റുകളാണ് അല്ലെ. ന്യൂട്രീഷനെ പറ്റിയിട്ടും തെറാപ്യൂട്ടിക് ഡയറ്റുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് നഴ്സസ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള്, ഡെന്റൽ സ്റ്റുഡൻസ് അവർക്ക് ആവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഓരോ ഡയറ്റിന്റെ ന്യൂട്രീഷനെ പറ്റിയിട്ടും അതുപോലെ തെറാപ്യൂട്ടിക് ഡയറ്റുകളെ പറ്റിയിട്ടൊക്കെ രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന നഴ്സസ്, മെഡിക്കൽ സ്റ്റാഫുകള്, ഡെന്റൽ സ്റ്റുഡൻസ് അവർക്കൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ഡയറക്ഷൻസ്, നിർദ്ദേശങ്ങള് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഡെന്റൽ സ്റ്റുഡൻസിന് എടുത്തു പറയാനുള്ളൊരു കാരണം എന്താണ് എന്ന് ചിലപ്പോൾ ചിന്തിക്കുക. എല്ലാവർക്കും ഒരുപോലെ നമ്മൾ കൊടുക്കണം. പക്ഷെ എന്തുകൊണ്ട് ഡെന്റൽ സ്റ്റുഡൻസിനെ പറ്റി അവർ എടുത്തു പറയുന്നത് വെച്ചാൽ വേറൊന്നും അല്ല, നമുക്കറിയാം നമ്മൾക്ക് ഈ പറയുന്ന നമ്മുടെ ഓറൽ ഹെൽത്ത്, ഓക്കെ, നമ്മുടെ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡയറ്റിനൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഓറൽ ഇഷ്യൂസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ടൂത്ത് വേക്ക് വരാം അല്ലെ, പല്ല് പെട്ടെന്ന് തേയ്മാനം വരാം, അല്ലെങ്കിൽ ഗം പ്രോബ്ലംസ് വരാം, മോണരോഗങ്ങൾ വരാം, മറ്റുള്ള ഓറൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിനെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഓറൽ ഹെൽത്തിനെ അതിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഡൈജഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വായിൽ വെച്ച് തന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിന്റെ അബ്സോർപ്ഷൻ എല്ലാം അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആമാശയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ദഹനം എവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ വായിൽ വെച്ച് തന്നെ നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓറൽ ഹെൽത്ത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഡയറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടൂത്ത് വീക്ക്, പ്രോബ്ലംസ് അങ്ങനെയുള്ളതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റിന് സാധിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ എടുത്തു പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു ന്യൂട്രീഷനെ പറ്റിയിട്ടും ഡയറ്റ് തെറാപ്പിനെ പറ്റിയിട്ട് നഴ്സസിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും മറ്റ് ഡെന്റൽ സ്റ്റുഡൻസിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഡയറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. അടുത്തതൊക്കെ കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് in arranging, preparing and serving experimental metabolic research diet. ആ പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ആ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ് in arranging, preparing and serving experimental metabolic research diets. അതിനെ മെറ്റാബോളിസം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മെറ്റാബോളിസം നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് മെറ്റാബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത്? മെറ്റാബോളിസം പറഞ്ഞ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ആ ഒരു ബയോളജിക്കൽ പ്രോസസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പൊതുവെ മെറ്റാബോളിസം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതുമായിട്ടുള്ള അത്തരം പ്രോസസ്സുകളെ നമ്മൾ പൊതുവെ മെറ്റാബോളിസം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്സ് എന്ന് പറയുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫുഡ്
ഡയറ്റിന്റെ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഡയറ്റിനെ കെയർഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പലതിനെ പറ്റി പഠിക്കുകയാണ്. അതായത് നമ്മുടെ പലതിനെ പറ്റി പഠിക്കാന്ന് വെച്ചാൽ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ന്യൂട്രിയൻസിനും നമ്മുടെ ബോഡിയിലുള്ള ഇഫക്റ്റ് എന്താണ്, അത്തരത്തിലുള്ള റിസർച്ച് അത്തരത്തിലുള്ള റിസർച്ച് ഡയറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളതും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനാണ്. അതാണ് അവിടെ പറഞ്ഞ എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ് അല്ലെ. കാര്യം എന്താണ്, റിസർച്ച് ഡയറ്റിന്റെ ഫീൽഡില് ഓരോ ഭക്ഷണ ഐറ്റംസുകൾ കെയർഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഓരോ ന്യൂട്രിയൻസിന് എത്രത്തോളം ഇഫക്റ്റ് നമ്മുടെ ബോഡിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം അതിന്റെ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ പഠനം പഠിക്കുന്നതിന് വേണ്ടി സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള റിസർച്ച് ഡയറ്റുകളെ പറ്റിയിട്ട് അങ്ങനെയുള്ള ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യാനും സർവ് ചെയ്യുന്നതിനൊക്കെയായിട്ട് മെഡിക്കൽ അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, ടു കീപ് ദ ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓൾ പേഷ്യൻസ്. എല്ലാ പേഷ്യൻസിനും ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുന്നു അല്ലെ. ഓക്കെ, അതായത് ടു കീപ് ദ ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്, എല്ലാ രോഗികൾക്കുമായിട്ട് ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു എന്താ പറയുക ഏറ്റവും നല്ല ഒരു പോഷകാഹാര നിലവാരം എല്ലാ പേഷ്യൻസിനും വേണ്ടിയിട്ട് നിലനിർത്തുക. അറിയാലോ, നമ്മൾ പറഞ്ഞതാണ് എല്ലാ പേഷ്യൻസിന്റെ അവരുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന തരത്തില് ഒരു ന്യൂട്രീഷണൽ പ്ലാനുകളൊക്കെ അവർക്കായിട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ് സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിംഗ് മീൽസ്. ഇവിടെ വായിക്കാം, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ് സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിംഗ് മീൽസ്. അതോടൊപ്പം തന്നെ മെനുകൾ അല്ലെ, ഡയറ്റ് മെനുകളൊക്കെ തയ്യാറാക്കാനും പ്രിപ്പയർ ചെയ്യാനും സർവ് ചെയ്യാനും മീൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിന്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസുകളാണ്, പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള എക്യുപ്മെന്റുകളുടെ മെയിന്റനൻസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് കോസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഫുഡ് ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ പേഷ്യൻസിന് പല തരത്തിലുള്ള രോഗങ്ങളാണ്, ഓരോ രീതികളിലാണ് ഓരോ പേഷ്യൻസിന്റെ അവസ്ഥ അല്ലെ. അപ്പൊ ഓരോ പേഷ്യന്റെയും സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, സപ്ലൈസുകൾ റിസീവ് ചെയ്യാൻ കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെന്താണ്? രോഗികൾക്ക് അതിന്റെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വാങ്ങിക്കാൻ, അത് എന്താ പറയാ അസംബിൾ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ ഓരോ രോഗികളുടെയും പോഷകാഹാര ആവശ്യകതകൾ നിറവേറ്റുന്ന തരത്തിൽ തയ്യാറാക്കുക. പിന്നെ നമ്മുടെ ഒരു രോഗാവസ്ഥയില് ഒരു രോഗത്തിന്റെ ചികിത്സയില് ഡയറ്റിന് ഭക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവരുടെ രോഗാവസ്ഥയിലുടനീളം കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ എപ്പോഴും രോഗികൾക്കായിട്ട് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവരുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഓർഡർ അനുസരിച്ച് അതായത് അവരുടെ ഓർഡർ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്കായിട്ട് ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അവരുടെ ഇന്റേൺസിന്, അതായത് സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ ന്യൂട്രീഷനെ പറ്റിയിട്ടും തെറാപ്യൂട്ടിക് ഡയറ്റിനെ പറ്റിയിട്ടും നഴ്സസ് മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എക്സ്പീരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റുകൾ തയ്യാറാക്കാനും പ്രിപ്പയർ ചെയ്യാനും സെർവ് ചെയ്യാനും വേണ്ടിയിട്ട് മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. പിന്നെ രോഗികൾക്ക് എപ്പോഴും ഒരു നല്ല പോഷകാഹാര നിലവാരം നിലനിർത്തുക. പിന്നെ ഈ പറയുന്ന മീൽസുകൾ തയ്യാറാക്കാനും പറയുന്ന സർവ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെയാണോ? ഒന്ന് വായിച്ചു നോക്കാമോ? 2 മിനിറ്റ് ഒന്ന് വായിക്കാമോ? പോയിന്റുകൾ ഫംഗ്ഷൻസ് മാത്രം ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആക്കി നോക്കി.
ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ലേ? പിന്നെ ഫസ്റ്റ് പോയിന്റ് ഉണ്ടായിരുന്നു ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. അതായത് ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഉണ്ടല്ലോ, അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ക്രമീകരിക്കുക. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. കിച്ചൺ അപ്ലയൻസസ് ഉണ്ടായിരിക്കും, കുക്കിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, സ്റ്റൗവുകള്, ഗ്രില്ലുകള്, അതുപോലെ ഫയറുകള്, ഓവനുകള്, റെഫ്രിജറേറ്ററുകള്, അതുപോലെ ഡിഷ് വാഷിംഗ് എക്യുപ്മെന്റ്സുകൾ, സാനിറ്റേഷൻ എക്യുപ്മെന്റ്സ്, അങ്ങനെ ധാരാളം എക്യുപ്മെന്റ്സുകൾ ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരം എക്യുപ്മെന്റുകള് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതിനായിട്ടുള്ള മെയിൻ്റനൻസ് പ്രോഗ്രാമുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം അല്ലെ. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റുകൾ ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന് വേണ്ടി മൊത്തമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാം നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ധാരാളം എക്യുപ്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും അതിന്റെ മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ കറക്റ്റ് ആയിട്ട് കേടുപാടൊന്നും വരാതെ അല്ലെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചെക്ക് ചെയ്യണം അല്ലെ, അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? അഭിനവന് മനസ്സിലായോ ഉദ്ദേശിച്ചത്? ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം കേട്ടോ, വായിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് കടക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലം സിറ്റുവേഷൻസ് ആണ് കേട്ടോ. പ്രോബ്ലം സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാല് ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില പ്രശ്ന സാഹചര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഒന്നാമത്തെ ചാൻസസ് ആണ് പറയുന്നത്, എന്തൊക്കെ പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, എന്തൊക്കെ ചാലഞ്ചസുകൾ അവർക്ക് മുന്നിലുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റിനാണ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. എന്താണ് പറയുന്നത്? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കമാണ് അല്ലെ. അതായത് ഈ പറയുന്ന ഫുഡ് സർവീസ് സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഇടയിലൊക്കെ ഉണ്ടാകുന്ന ചില എന്താ പറയാ തർക്കങ്ങള്, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാമെന്നാണ് പറയുന്നത്. എപ്പോഴും വരുന്നല്ല, വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഓക്കെ, ഇവരെല്ലാവരും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലൈ മറ്റും നടത്താനായിട്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഫുഡ് സർവീസ് സ്റ്റാഫുകൾക്ക് നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങള് ഇടയിൽ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് കംപ്ലൈന്റ്സ് അഗെയിൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ് കേട്ടോ. അതോടൊപ്പം ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിനെതിരെ വരുന്ന ചില പരാതികൾ. പരമാവധി ഇപ്പോഴും നല്ല ക്വാളിറ്റി ഫുഡ് തന്നെ കൊടുക്കും, പക്ഷെ എങ്കിലും പ്രശ്നങ്ങൾ വരാലോ. അതാണ് പറയുന്നത്. ഇപ്പൊ ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ട് വരുന്ന ചില പ്രശ്നങ്ങള് അല്ലെങ്കിൽ പരാതികള് അതൊക്കെ വരാം. പിന്നെ എന്താണ്? ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സാരമായിട്ടുള്ള കേട്ടോ. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കളവുകള്, ചെറിയ ചെറിയ മോഷണങ്ങള് അല്ലെ, അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അതുപോലെ ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്ലൈസുകളും പർച്ചേസ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് ഫുഡ് സപ്ലൈസും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി വരും. അപ്പൊ അവിടെയൊക്കെ നടക്കുന്ന വലിയ വലിയ ഫ്രോഡുകളൊക്കെ സംഭവിക്കാം. ഇപ്പൊ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സപ്ലൈസുകൾ വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ വരുന്ന സപ്ലൈസുകള് ചിലപ്പോൾ അത്ര ക്വാളിറ്റി ഇല്ലാണ്ടിരിക്കുക. പക്ഷെ പൈസ മേടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പൈസ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന പൈസ തുകയ്ക്ക് അനുസരിച്ചുകൊണ്ട് വേണ്ടത്ര അളവിലോ ക്വാളിറ്റിയിലോ ഫുഡ് ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ വലിയ വലിയ ഫ്രോഡുകളൊക്കെ നടക്കാം. എന്തായാലും എല്ലാം മാനുവലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ആളുകളാണ് ഇതിന്റെ എല്ലാം നടത്തിപ്പും മറ്റും ചെയ്യണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ്? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. അതെ,
മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസുകളാണ്, വേസ്റ്റ് വരും. അപ്പൊ ഈ പറയുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളും അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില പ്രോബ്ലം സിറ്റുവേഷൻസ് മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാ പറഞ്ഞത് ഫുഡ് സർവീസ് സ്റ്റാഫുകൾക്കും നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങള്, അതുപോലെ നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിനെതിരായിട്ടുണ്ടാകുന്ന പരാതികള്, പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചെറിയ ചെറിയ കളവുകള്, ചെറിയ ചെറിയ മോഷണങ്ങള്, പിന്നെ നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വലിയ ഫ്രോഡുകള്, വലിയ എന്താ പറയാ ഈ കണക്കുകളിലും കാര്യങ്ങളിലൊക്കെ വരുന്ന ചില തെറ്റുകളും മറ്റും, അതുപോലെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ലാംഗ്വേജ്, അതായത് നമ്മുടെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇത്രയാണ് പ്രോബ്ലം സിറ്റുവേഷൻസ് ആയിട്ട് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോബ്ലം സിറ്റുവേഷൻസ് ഓഫ് ദ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് കുറെ പോയിന്റുകളൊക്കെ തരും. ഈ പറയുന്ന പോയിന്റുകളൊക്കെ അതിനകത്ത് കാണും. ഓക്കെ, ചിലപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആവാം, ചിലപ്പോൾ അതിൽ ഉൾപ്പെടാത്ത പോയിന്റുകളൊക്കെ എടുത്ത് തന്നിട്ട് അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരാൻ ചാൻസ് കേട്ടോ. അടുത്തത് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇനി ഒരു ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പോളിസികളും പ്രൊസീജിയറുകളും എന്തൊക്കെയാണ്? ഓക്കെ, നോക്കാം കേട്ടോ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോളിസികളും പ്രൊസീജിയറുകളും എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഡയറ്റീഷ്യൻ ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. മുൻ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡാഷ് ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആരോട് കണക്ട് ചെയ്യാം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഡയറ്റീഷ്യനുമായിട്ട് കണക്ട് ചെയ്യും. നേരിട്ട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അതായത് ഒരു ഫുഡ് ഐറ്റംസുകളുടെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, അതൊക്കെ ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും ലയബിലിറ്റി, ഏറ്റവും റെസ്പോൺസിബിൾ ഉള്ള ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ തന്നെയാണ് അല്ലെ. അതാണ് ഡയറ്റീഷ്യൻ ആണ്. പിന്നെ അടുത്തതോ, പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൻ ടു ദ ഓഫീസർ ഇൻ ചാർജ് കേട്ടോ. അതാണ് പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസസ് ദാറ്റ് ഷുഡ് ബി ഗിവൻ ടു ദ ഓഫീസർ ഇൻ ചാർജ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എമർജൻസി പർച്ചേസ് ചെയ്ത ഒരു സാഹചര്യം വരികയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ബൾക്കായിട്ട് കുറെ ആളുകൾ അഡ്മിറ്റ് ചെയ്യപ്പെടുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പിഡമിക്സ് ഒക്കെ മൂലം ഒരു ബൾക്ക് ഓഫ് ആളുകൾ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ഒക്കെ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ സാധാരണത്തേലും കവിഞ്ഞ ഒരു എമർജൻസി പർച്ചേസ് ഒക്കെ നടത്തേണ്ടതായിട്ട് വരും, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ്. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി പർച്ചേസസിലേക്ക് പവേഴ്സ്, അതിനുള്ള അധികാരമൊക്കെ ആർക്കും കൊടുക്കുക? ഓഫീസർ ഇൻ ചാർജ് കേട്ടോ. അതായത് പ്രധാന ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിലല്ല, മെയിൻ ആയിട്ട് അതിന്റെ അധികാരപ്പെട്ട വ്യക്തികൾക്കായിട്ട് അത്തരം ചുമതലകൾ കൊടുക്കുക. എമർജൻസി പർച്ചേസ് കേട്ടോ. പവേഴ്സ് ഓഫ് എമർജൻസി പർച്ചേസസ് ദാറ്റ് ഷുഡ് ബി ഗിവൻ ടു ദ ഓഫീസർ ഇൻ ചാർജ്. ഇൻചാർജുള്ള ഓഫീസർ ആരാണോ അവർക്കായിട്ട് അത് കൊടുക്കുക കേട്ടോ, എമർജൻസി പർച്ചേസ് ഒക്കെ വരുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഇതും ഇമ്പോർട്ടന്റ് ആണ്. a team consisting of 3 to 4 members should inspect the food items received. എന്താ പറയാ? a team consisting of എത്ര members ആണ്? 3 to 4 members. ആ മെമ്പേഴ്സിന്റെ എണ്ണം ഒന്ന് നോക്കുക കേട്ടോ. 3 to 4 members that should inspect the food items received. ഓക്കെ, അങ്ങനെ അവര് ഇപ്പൊ നമുക്കറിയാം പർച്ചേസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകളായിക്കോട്ടെ, അത് ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഇൻസ്പെക്ട് ചെയ്തിരിക്കണം അല്ലെ, പരിശോധിച്ചിരിക്കണം. കാരണം ഇത് പേഷ്യൻസിലേക്കൊക്കെ വിതരണം ചെയ്യപ്പെടുന്ന ഫുഡ് ഐറ്റംസുകളാണ്. അത് പർച്ചേസ് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ പറയുന്ന ഫുഡ് ഐറ്റംസുകളുടെ എല്ലാം തന്നെ എന്താണ്, എല്ലാം ഈ പറയുന്ന ഒരു 3-4 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം എന്ത് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം, പരിശോധിച്ചിരിക്കണം. അടുത്തത് എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് ക്ലീൻഡ്. എവരിതിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് ക്ലീൻഡ് കേട്ടോ. എല്ലാം കൃത്യമായിട്ട് തന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ശുചിത്വം പാലിച്ചിരിക്കണം അല്ലെ, ശുചിത്വം പാലിച്ചിരിക്കണം. പിന്നെന്താണ്, പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ് ദാറ്റ് ഇൻക്ലൂഡ്സ് റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. റോഡന്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എലി നിയന്ത്രണം. എലികളൊക്കെ നമുക്കറിയാം, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ള സ്ഥലത്ത് എലികളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അത്തരത്തില് എലി നിയന്ത്രണ മാർഗങ്ങൾ ഉൾപ്പെടുന്ന കൃത്യമായിട്ടുള്ള ശുചിത്വ ക്രമീകരണങ്ങളും
ചട്ടങ്ങളും ഒക്കെ അവിടെ എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. എവിടെ? ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. റോഡറ്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി നോക്കിയിട്ടുണ്ട് അല്ലെ. എലി നിയന്ത്രണ മാർഗങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള ശുചിത്വ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ പ്രൊസീജിയറുകളും അവിടെ എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി in the patient's kitchen throughout all working hours and the work schedule should be arranged properly. അതായത് സൂപ്പർവൈസറി സ്റ്റാഫ് നമ്മൾ ആ സ്റ്റാഫിംഗ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു, സ്റ്റാഫിംഗ് ഹൈറാർക്കി ഒക്കെ കണ്ടിരുന്നു. അപ്പൊ സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി there in the patient's kitchen throughout all working hours. അതായത് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ വർക്കിംഗ് അവേഴ്സിലും മുഴുവൻ പ്രവർത്തന സമയത്തും പേഷ്യന്റിന്റെ കിച്ചണിന്റെ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കാം. പേഷ്യന്റിന്റെ ഫുഡുകളൊക്കെ വിതരണം ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കിച്ചണിലെ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. സ്റ്റാഫുകളുടെ ആ ഒരു പ്രവൃത്തി സമയങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഷെഡ്യൂൾ ചെയ്തിരിക്കണം, കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? The ward should be visited by dietitian every day. അതാണ് the ward should be visited by the dietitian every day. എല്ലാ ദിവസവും വാർഡുകള് ആര് വിസിറ്റ് ചെയ്തിരിക്കണം? ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്തിരിക്കണം. വാർഡുകൾ മാത്രമല്ല, റൂമുകളിലുള്ള പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യണം. അപ്പൊ ഓരോ പേഷ്യൻസിനെ നേരിട്ട് കണ്ടിട്ട് അവരുടെ രോഗാവസ്ഥ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഗൈഡൻസ് ആയിക്കോട്ടെ മറ്റുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാർഡുകളിലും റൂമുകളിലും ഡെയിലി എവരിഡേ ആര് വിസിറ്റ് ചെയ്തിരിക്കണം? ഡയറ്റീഷ്യൻസ് വിസിറ്റ് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ്, സർവീസ് ടൈമിങ്സ് ഷുഡ് ബി ഡിഫറെന്റ് കേട്ടോ. സേവന സമയങ്ങളും, സേവന സമയം ഇവിടെ ഉദ്ദേശിക്കുന്ന സർവീസ് ടൈം എന്താണെന്നറിയോ? ഫുഡ് സർവേ ഇല്ലേ, അതല്ല. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സർവേ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അല്ലെ, കൃത്യസമയത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ രാവിലെ ആണെങ്കിൽ ഒരു 7 മണിക്ക് കറക്റ്റ് ഫുഡ് വരും അല്ലെ. അത് ഉച്ചയ്ക്കാണെങ്കിൽ ഒരു 12-13 മണിക്കുള്ളിൽ അവിടെ ഫുഡിന്റെ സർവീസിങ്ങും കാര്യങ്ങളും നടക്കും. വൈകിട്ടാണെങ്കിൽ രാത്രി ആണെങ്കിൽ എല്ലാം പ്രോപ്പർ ടൈമിലാണ് ഫുഡിന്റെ സർവീസ് നടക്കുന്നത് അല്ലെ. ഓക്കെ, അത്തരത്തിലുള്ള സർവീസ് ടൈം ദാറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് കേട്ടോ. അതായത് സേവന സമയങ്ങളും കൃത്യമായിട്ട് അവിടെ നിർണ്ണയിച്ചിരിക്കണം. ഓക്കെ. പിന്നെ എന്താണ്? നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ്. നമ്മൾ പറയാം, നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ്. വാർഡുകളിലുള്ള ഈ ഭക്ഷണത്തിന്റെ വിതരണം അതുപോലെ തന്നെ മേൽനോട്ടമൊക്കെ ആര് നിർവഹിച്ചിരിക്കണം? നഴ്സസ് നിർവഹിച്ചിരിക്കണം കേട്ടോ. നഴ്സിനും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളത് നോക്കാം. വാർഡുകളിൽ ഡെയിലി ഡയറ്റീഷ്യൻസ് വിസിറ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ വാർഡുകളിലും മറ്റും എന്താണ് മീൽസ് ഭക്ഷണത്തിന്റെ ആ ഒരു എന്താ പറയാ ഡിസ്ട്രിബ്യൂഷൻ വിതരണം ആരും ഉറപ്പുവരുത്തണം? നഴ്സസ് എന്ത് ചെയ്തിരിക്കണം? മേൽനോട്ടം വഹിച്ചിരിക്കണം. ഇത്രയും ഇതൊക്കെ ഓരോ പോളിസികളായിട്ട് പ്രൊസീജിയറുകളാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ എന്താ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്? ഫുഡ് ഐറ്റംസുകളുടെ ക്വാണ്ടിറ്റി ലൈബിലിറ്റി ആർക്കാണ്? ഡയറ്റീഷ്യനാണ്. അതുപോലെ എമർജൻസി പർച്ചേസസിന്റെ പവേഴ്സ് ഒക്കെ ആർക്ക് കൊടുക്കുക? ഓഫീസർ ഇൻചാർജിനായിട്ട് കൊടുക്കുക. അതുപോലെ എപ്പോഴും എന്താണ് നമ്മൾ റിസീവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകൾ ഒരു 3-4 അംഗങ്ങളടങ്ങുന്ന ടീം നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം. പിന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ശുചിത്വ ക്രമങ്ങൾ പാലിച്ചിരിക്കണം. പ്രത്യേകിച്ച് എലി നിയന്ത്രണ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള എന്താ പറയാ സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സുകളൊക്കെ നമ്മുടെ നടപ്പിലാക്കിയിരിക്കണം. പിന്നെ എപ്പോഴും വർക്കിംഗ് അവേഴ്സിൽ ഒരു പേഷ്യന്റിന് ഫുഡ് തയ്യാറാക്കുന്ന കിച്ചണില് വർക്കിംഗ് അവേഴ്സിൽ ഉടനീളം ഒരു സൂപ്പർവൈസറി സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രവർത്തന സമയങ്ങളാണ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കണം. പിന്നെ വാർഡുകള് എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്തിരിക്കണം. പിന്നെ സേവന സമയങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിച്ചിരിക്കണം. പിന്നെ വാർഡുകളിലുള്ള ഭക്ഷണത്തിന്റെ വിതരണത്തിന് നഴ്സസിന്റെ മേൽനോട്ടം. ഇത്രയും കാര്യങ്ങളാണ് പോളിസികളെ പ്രൊസീജിയറുകളായിട്ട് പറയുന്നത്. ഒക്കെയാണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കാനായിട്ട്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ട് ഡയറ്ററി സർവീസ് എന്താണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കി. ഹെൽത്തി ഡയറ്റ് എന്താണ് അല്ലെ, നമ്മള് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞത് ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കുക. പിന്നെ ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അവിടുത്തെ സ്റ്റാഫിംഗ് എങ്ങനെയാണ്, പിന്നെ ഡയറ്റീഷ്യന്റെ റോൾ എന്തൊക്കെയാണ്. 4 പോയിന്റുകളാണ് പേഷ്യന്റ് കാറ്റഗറിയില് ഡയറ്റ്. പിന്നെ
കമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ആ 4 റോളുകളാണ് മെയിനായിട്ട് ഡയറ്റീഷ്യനെ പറ്റിയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ലൈബ്രറി എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് പോളിസികൾ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, പൊതുവെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും മാത്രമേ പഠിക്കും. ഓക്കെ ആണോ? മനസ്സിലായ? ചാപ്റ്റർ ക്ലിയർ ആണോ? കൂടിയിട്ട് ഡയറക്ടറി സർവീസിന് അവസാനിക്കാൻ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഒരു പ്രാക്ടീസിന് വേണ്ടി മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. Which supportive department provides food and nutrition services to the patients and the public? നോട്ട് വായിക്കാണ്. Which supportive department provides food and nutrition services to the patients and the public? Options CSSD, option B housekeeping, option C dietary department, option D pharmacy. പറയും, നിങ്ങൾ ആൻസർ പറയൂ. Okay, very good. എല്ലാവർക്കും അറിയാം dietary department ആണ് അല്ലേ? Okay, then next question ഒന്ന് ശ്രദ്ധിക്കുക. The diet that contains adequate amounts of all necessary nutrients required for healthy growth and activity is called. നമ്മുടെ സെയിം സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ വായിക്കാം. The diet contains adequate amounts of all necessary nutrients required for healthy growth and activity is called. Options nutritious diet, healthy diet, cardiac diet, soft diet. ഇതെന്താ ആൻസർ പറയൂ? ഹെൽത്തി ഡയറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഹെൽത്തി ഡയറ്റ്. സൽമ അളക കറക്റ്റ് ആണ് കേട്ടോ. ഹെൽത്തി ഡയറ്റ്. ബാക്കി എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. മാതാർത്ത ഓക്കെ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. What are the main objectives of dietary department? ചോദ്യം ശ്രദ്ധിക്കുക. What are the main objectives of dietary department? Options provide nutritious food, option B calculating calorie needs, option C diet planning, option D all of the above. എന്താണ് ആൻസർ വരിക? പറയും, നിങ്ങൾ പറയും. എന്താണ് ആൻസർ വരിക? all of the above. all of the above ആണ് കേട്ടോ. അതാണ് ഒരു എ മാത്രം ഓപ്ഷൻ പറഞ്ഞിട്ടാര് ആരോ പറഞ്ഞല്ലോ. ഓക്കെ, ശരണ്യ അല്ലെ? ശരണ്യ പറഞ്ഞത് പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ് മാത്രമാണ്, അല്ല എല്ലാം ആൻസർ ആയിട്ട് വരും കേട്ടോ. പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫുഡ്, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ്, ഡയറ്റ് പ്ലാനിങ്, ഓൾ ഓഫ് ദി അബവ്. ആൻസർ വരും ഓൾ ഓഫ് ദി അബവ് കേട്ടോ. ഉള്ള ഒബ്ജക്റ്റീവ്സ് എടുത്ത് വായിച്ചാൽ മതി. നേരത്തെ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും വരുന്നുണ്ട്. ആൻസർ വരും ഓൾ ഓഫ് ദി അബവ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ചോദ്യം ഇതാണ്. The health professionals skilled in implementing and altering good routines of an individual or population is called options dietitian, director, dietitian, none of these. ഇതാണ് ആൻസർ വരിക. ഇതാണ് ആൻസർ വരിക. പറഞ്ഞേ കറക്റ്റ് ആണ് കേട്ടോ. സൽമ, ശരണ്യ, സിറ്റി, ആമണി കറക്റ്റ് ആണ്, ഡയറ്റീഷ്യൻ ആണ്. ചോദ്യം ഒന്നുകൂടെ വായിക്കണോ? അതേ ആ സെയിം സെന്റൻസ് ഞാൻ എടുത്ത് ചോദിച്ചേക്കുന്നത്. അഭിന, അനിഷ കറക്റ്റ് ആണ് കേട്ടോ. അമിന, ഗഗന ഓക്കെ കറക്റ്റ് ആണ്. ഹെൽത്ത് പ്രൊഫഷണൽസ് skilled in implementing and altering good routines of an individual or population is called answer dietitian. Next point നോക്കിയേ. Next question നോക്കിയേ. Which diet is recommended for the people with high blood pressure? Options cardiac diet, renal diet, low sodium diet, high protein diet. ഇതാണ് ഉത്തരം. ലോ സോഡിയം ഡയറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. സൽമ, ആമണി, അഞ്ചു ഓക്കെ, അഞ്ചു കറക്റ്റ് ആണ് കേട്ടോ. അഭിനവ് കറക്റ്റ് ആണ്. ആമിന, പ്രിയങ്ക, നിഷ ഓക്കെ കേട്ടോ. ലോ സോഡിയം ഡയറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which provision is deals with providing the food to patients admitted in the hospital? ചോദ്യം ശ്രദ്ധിക്കാം. Which provision is deals with providing food to patients admitted in the hospital? Options commercial catering, option B inpatient catering, option C outpatient catering, option D diet counseling. ഇതാണ് ആൻസർ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സർവീസ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റാഫ് ക്യാൻറ്റീൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഇൻപേഷ്യൻ കാറ്ററിംഗ്, സോഷ്യൽ ഇവന്റ് കാറ്ററിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, കോർപ്പറേറ്റ് കാറ്ററിംഗ്. എന്താണ് ആൻസർ വരിക? പറഞ്ഞേ. സി ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കമേഴ്സ്യൽ കാറ്ററിംഗ് കേട്ടോ. സിഗി, സൽമ, ശരണ്യ, ഓക്കെ, ഋതുമോൾ, പ്രിയങ്ക, ആമണി, ആമിന, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കമേഴ്സ്യൽ കാറ്ററിംഗ്. അടുത്തത്, who is liable for the quality and quantity of food items? Options: clinician, dietitian, dietitian, supervisor. ഉത്തരം പറഞ്ഞേ. ഇപ്പൊ പഠിച്ചതാണ് നമ്മള് ഡയറ്റീഷ്യൻ. കറക്റ്റ് ആണ് കേട്ടോ. ഡയറ്റീഷ്യൻ ആണ് കൺസിഡർ. അടുത്തത് നോക്കിയേ. ഡയറ്റീഷ്യൻ satisfy the dietary needs of a patient by considering options: body weight, underlying disease, food habits, all of the above. ചോദ്യം ശ്രദ്ധിക്കാം. ഡയറ്റീഷ്യൻ satisfy the dietary needs of a patient by considering options: body weight, underlying disease, food habits, all of these. Very good. Correct ആണ് കേട്ടോ. അഭിനവ്, ശരണ്യ, ആവണി, നിഷ, ഓക്കെ, പ്രിയങ്ക, ഓക്കെ, ഇവരൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് ഉത്തരം? ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദി സെന്റൻസിൽ വന്നു പോകുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഡയറ്റ് ദാറ്റ്, ഓക്കെ, അഭിനവ് കറക്റ്റ് ആണ് കേട്ടോ. ഡയറ്റ് ദാറ്റ് പ്രൊമോട്ട്സ് ഹാർട്ട് ഹെൽത്ത് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: ലോ സോഡിയം ഡയറ്റ്, കാർഡിയക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. പറഞ്ഞേ, ഉത്തരം ഏതാണ്? ഡയറ്റ് ദാറ്റ് പ്രൊമോട്ട് ഹാർട്ട് ഹെൽത്ത്, കാർഡിയക് ഡയറ്റ് അല്ലേ? ഓക്കെ, പേരിൽ നിന്ന് എളുപ്പമാണത്. അടുത്തത്, who should examine, who should examine and oversee the distribution of meals in the wards. ഒന്നുകൂടി ശ്രദ്ധിക്കാം. Who should examine and oversee the distribution of meals in the wards? Options: nurses, doctors, supervisor, cook. അതാണ് ആൻസർ. പറഞ്ഞേ. നേരത്തെ പഠിച്ച പോയിന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നേഴ്സസ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നേഴ്സസ് ആണ് കേട്ടോ. ഇവരുടെ ഉറപ്പാക്കേണ്ടത് നേഴ്സസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് അത് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ വന്നേക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എളുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോ ഡയറ്ററി സർവീസ് ഏകദേശമായി. ഇപ്പൊ നമുക്ക് ഞങ്ങൾക്ക് വേറെ ചാപ്റ്ററിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ മെഡിക്കൽ ടെക്നോളജി നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ബ്ലഡ് ബാങ്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നോ? പറയാമോ? ബ്ലഡ് ബാങ്ക് ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയാലോ? നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് അത് നോക്കാം കേട്ടോ. ഒന്ന് കേൾക്കുക. An average person carries dash liters of blood. Options തരാം. 6 liter, 4 liter, 5 liter and 2 liter. അറിയും സൽമ കേട്ടോ. 5 liter. ഓക്കെ, സൽമ, ശരണ്യ, നിഷ, ഷാഹിന, അഭിനവ്, പ്രിയങ്ക, അളക, ആവണി, ഓക്കെ, സഞ്ജിന കറക്റ്റ് ആണ് കേട്ടോ. 5 liters ആണ്. അടുത്ത ചോദ്യം. The study of disease is known as. Options: hematology, hepatology, immunology, pathology. ഏതാണ് ആൻസർ? pathology. വെരി ഗുഡ്, കറക്റ്റ്. Ideal location of blood bank is. Ideal location of blood bank. പറഞ്ഞേ, which is the ideal location of blood bank? കറക്റ്റ് ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. എന്നിട്ടൊന്ന് ആലോചിച്ച് ആൻസർ ചെയ്യാം. In an organogram, ശ്രദ്ധിക്കാം കേട്ടോ. In an organogram, the one who does not came under the chief of blood transfusion. അതുപോലെ ചോദ്യം ശ്രദ്ധിക്കാം. In an organogram, the one who does not came under the chief of blood transfusion. Options: DTO, quality manager, HOD, technical supervisor. ഇതില് ഒരാള് മാത്രം ആരുടെ കീഴിൽ വരുന്നില്ല? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. HOD ആണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അടുത്തത്,
ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ് ഒന്ന് പറഞ്ഞേ, ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്? ആന്റിജൻ ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? പറഞ്ഞേ, ഏത് ബ്ലഡ് ഗ്രൂപ്പ്? ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഓക്കെ, വെരി ഗുഡ്. അഭിനവ് പോസിറ്റീവ്. ഓയാണ് കേട്ടോ, ഓ ഗ്രൂപ്പ് ആണ് കേട്ടോ. ഓക്കെ, ഓ ഗ്രൂപ്പ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, the positive or negative part of the blood is determined by the factor. Options: antigen, Rh factor, antibody, all of the above. എന്താണ് ഉത്തരം? Rh factor. Okay, Rh factor കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. The disease that is not transmitted through body fluids. The disease that is not transmitted through the body fluids. Options ശ്രദ്ധിക്കാം. Hepatitis B, hepatitis C, hepatitis A, HIV. ഇതാണ് ആൻസർ. പറയൂ. The disease that is not transmitted through body fluids. ഏതാണ്? ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കണോ? ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് എ, HIV. ഏതാണ് ആൻസർ? ബോഡി ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാത്ത അസുഖം ഏതാണ് ഈ പറഞ്ഞതിൽ? ഒരെണ്ണം ബോഡി ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഏതാണത്? ഹെപ്പറ്റൈറ്റിസ് ഷാഹിന ഏതാണ്? ബി ആണോ, സി ആണോ, എ ആണോ, അതോ HIV ആണോ? ഹെപ്പറ്റൈറ്റിസ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഷാഹിന കറക്റ്റ് ആണ് കേട്ടോ. ബിയും സിയും ഒക്കെ ഇതിലൂടെ പകരുന്നതാണ്, ബോഡി ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു എ ഇ എന്നൊക്കെ പറയുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് വഴിയായിട്ടാണ് അല്ലെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, syphilis is caused by the bacteria. Options: Mycobacteria, Treponema pallidum, Vibrio cholerae, Streptobacillus. ഏതാണ് ആൻസർ? പറഞ്ഞേ. Syphilis that is caused by which bacteria? Treponema pallidum. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് കേട്ടോ. അതെപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. വൈറൽ ഡിസീസോ ഫംഗൽ ഡിസീസോ പ്രോട്ടോസോവൽ ഡിസീസോ അല്ല, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ബാക്ടീരിയ മൂലം, ഫംഗസ് മൂലം, വൈറസ് മൂലം ഒക്കെ നമുക്ക് അസുഖങ്ങൾ വരാം അല്ലെ. അപ്പൊ ഇതിന് കാരണം ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേരാണ് എന്ത്? ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ചോദ്യം കൂടെ ശ്രദ്ധിക്കാം. The component of the blood that helps to regulate blood pressure. Options: RBC, WBC, plasma, platelet. ഇതാണ് ആൻസർ. പറഞ്ഞേ. The component of the blood that helps to regulate blood pressure. ഉത്തരം പ്ലാസ്മ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. പ്ലാസ്മയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുത്ത പോർഷന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ആഴ്ചയോട് കൂടിയിട്ട് മിക്കവാറും നിങ്ങൾ എനിക്ക് തോന്നുന്നു ചാപ്റ്റേഴ്സുകളൊക്കെ തീരുമാനിക്കും കേട്ടോ. എല്ലാ മിസ്സിന്റെയും ബാക്കിത മിസ്സിന്റെയും ഒക്കെ തീർക്കും. ഓക്കെ, അപ്പൊ മിക്കവാറും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒരു 1-2 ദിവസം മാത്രമേ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് തരും. അത് കഴിഞ്ഞാൽ മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പോഴേ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന സമയമൊക്കെ വായിക്കുക. അവസാന സമയത്ത് കഴിയുമ്പോൾ പഠിക്കാൻ സമയത്ത് വായിച്ചില്ല എന്ന് തോന്നണ്ട. അപ്പൊ ഇപ്പൊ കിട്ടുന്നൊക്കെ സമയങ്ങൾ നിങ്ങൾ വായിക്കാം കേട്ടോ. കാര്യം ഈ ഒരു കഴിഞ്ഞാല് നിങ്ങൾക്ക് 2 ദിവസത്തെ ഒരു എനിക്കറിയില്ല ഒരു സ്റ്റഡി ലീവ് പോലെ തന്നിട്ട് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത മൊഡ്യൂൾസ് 3-യും 4 മൊഡ്യൂൾസ് അതിന് ശേഷം എക്സാമിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മുന്നിക്കണ്ട്. മൊഡ്യൂൾ എക്സാം ഇങ്ങനെയാണ് വരുന്നത്. മൊഡ്യൂൾ എക്സാം നിങ്ങൾക്ക് ഓൺലൈൻ തന്നെയാണ് കേട്ടോ. ഓൺലൈൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പോർഷൻസ് തീർന്നു കഴിഞ്ഞാൽ ഡേറ്റ് അറിയിക്കും കേട്ടോ. നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ടുതരും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ ഓൺലൈൻ എക്സാം. ശരിയെന്നാ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും വളരെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ശരി, അപകടങ്ങളൊന്നും വരാതെ നോക്കുക. അപ്പൊ ശരി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.